ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അൻഷീസ് കുക്കിംഗ് വൈബ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉജാല വെച്ചിട്ട് നല്ല അടിപൊളി ടിപ്സാണ് കേട്ടോ കാണിക്കുന്നത്. നമ്മൾ സാധാരണ ഉജാല വെച്ചിട്ട് നമ്മൾ വെള്ള തുണികളൊക്കെ നല്ലൊരു വെള്ള കളർ കിട്ടാനും അതുപോലെ തന്നെ നല്ല പുതിയതാക്കി എടുക്കാനൊക്കെയാണ് ഉപയോഗിക്കാം. അപ്പോൾ അത് മാത്രമല്ല, നമ്മൾ ഉജാല കൊണ്ട് ഒരുപാട് നല്ല ഉപയോഗങ്ങളുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് എന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണാം. അപ്പോൾ ആദ്യം നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാവുമല്ലോ സെറാമിക് കപ്പുകളും പാത്രങ്ങളൊക്കെ, അതൊക്കെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഉരച്ച് കഴുകാതെ ക്ലീൻ ചെയ്തെടുക്കാനുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ അതിന് ഞാനിപ്പോൾ നല്ല തിളച്ച വെള്ളം ഒരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഷാമ്പു ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 തുള്ളി ഉജാല കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു ഉജാല നമ്മൾ 2 തുള്ളി ഒഴിച്ചു കൊടുത്താൽ മതി. കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ ഒഴിച്ചു കൊടുക്കുക. ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അഴുക്ക് പിടിച്ചതാ ഇങ്ങനെയുള്ള കപ്പുകളൊക്കെ ഉണ്ടാവുമല്ലോ, കപ്പിൻ്റെ ആ അകത്തൊക്കെ നമ്മൾ ചായക്കറ നന്നായിട്ട് തന്നെ പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ ഉരച്ച് കഴുകാതെ തന്നെ ഈ ഒരു വെള്ളത്തിൽ മുക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പോയി കിട്ടും. അപ്പോൾ ഞാനത് ഒരു അരമണിക്കൂർ ആ വെള്ളത്തിൻ്റെ ചൂടാറുന്നത് വരെ ഒന്ന് മാറ്റി വെക്കുക. എന്നിട്ട് ഇതാ എടുത്ത് നോക്കിയപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും അതിൻ്റെ ആ ഒരു കറകളൊക്കെ പോയിട്ടുണ്ട്. ഇനി നമ്മൾ ജസ്റ്റ് കൈ വെച്ചിട്ട് ഒന്ന് ഉരച്ചു കൊടുത്താൽ മതി. നമ്മൾ സ്ക്രബ്ബർ വെച്ചിട്ടോ അല്ലെങ്കിൽ സോപ്പിട്ട് കഴുകുക ഒന്നും വേണ്ട. കൈ വെച്ച് ജസ്റ്റ് ഒന്ന് ഉരച്ചു കൊടുത്താൽ തന്നെ ആ ഒരു കറകളൊക്കെ പോയി നല്ല വെള്ള കളറായി കിട്ടും. അപ്പോൾ നമ്മൾ ആ ഒരു വെള്ളത്തിൽ ഇട്ട് വെച്ചപ്പോൾ തന്നെ പകുതി മുക്കാൽ ഭാഗവും കറകളും പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ജസ്റ്റ് കൈ വെച്ചൊന്ന് ഉരച്ചു കൊടുത്താൽ മാത്രം മതി, നല്ല ക്ലീൻ ആയി കിട്ടും. അപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഇതുപോലുള്ള കപ്പുകളും പാത്രങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ ഇതുപോലെ ക്ലീൻ ചെയ്ത് നോക്കുക. അടുത്തതായിട്ട് നമ്മൾ വാഷ് ബേസൊക്കെ നല്ല പുതിയതാക്കി എടുക്കാനും ഈ ഒരു വെള്ളം മാത്രം മതി. നമ്മളിപ്പോൾ ആ ഒരു ഇട്ട് വെച്ച വെള്ളം തന്നെ ഇട്ട് എടുത്തിട്ടുള്ളത്, അതിപ്പോൾ വെറുതെ കളയണ്ടല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഈ ഒരു സിങ്ക് ക്ലീൻ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വെള്ള കളറായി കിട്ടും. പ്രത്യേകിച്ച് വെള്ള കളറുള്ള സിങ്ക് ഒക്കെ നല്ല ക്ലീനായി കിട്ടാൻ ഈ ഒരു ഉജാലയുടെ വെള്ളം മാത്രം മതി. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങളൊന്ന് ക്ലീൻ ചെയ്ത് നോക്കിയാൽ നല്ല ക്ലീനായി കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഉരച്ചെടുക്കുന്നുള്ളൂ. നല്ല ക്ലീൻ ആവുന്നുണ്ട്. അപ്പോൾ ഞാൻ വാഷ് ബേസ് വേറെ ഒന്നും ഉപയോഗിച്ച് കഴുകിയിട്ടില്ല, ആ ഒരു വെള്ളം കൊണ്ടാണ് കഴുകിയിട്ടുള്ളത്. നല്ല പുതിയതുപോലെ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. അതുപോലെ തന്നെ നമ്മൾ ടോയ്ലറ്റൊക്കെ എപ്പോഴും നല്ല പുതിയതുപോലെ ഇരിക്കണമെങ്കിൽ ഈ ഒരു വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഉരച്ചെടുത്താൽ മാത്രം മതി. പ്രത്യേകിച്ച് വെള്ള ക്ലോസറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല ക്ലീനായി കിട്ടും. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. നമ്മൾ ആ ഒരു വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഉരച്ചെടുത്താൽ നല്ലൊരു വെള്ള കളറ് കിട്ടും. അപ്പോൾ ഇനി വാഷ് ബേസും ക്ലോസറ്റൊന്നും ക്ലീൻ ചെയ്യാൻ നമ്മൾ പുറത്തുനിന്നൊന്നും വാങ്ങിക്കണ്ട. ഈ ഒരു ഉജാല വെള്ളം മാത്രം മതി നമ്മളെ വാഷ് ബേസും ക്ലോസറ്റും ഒക്കെ നല്ല പുതിയതാക്കി വെക്കാൻ പറ്റും. അടുത്തതായിട്ട് നമ്മളെ കുട്ടികളെ ഷൂ ഒക്കെ നമുക്ക് നല്ല പുതിയതാക്കി വെക്കാനും അതുപോലെ തന്നെ നല്ലൊരു തിളക്കത്തോടെ ഉണ്ടാവാനും വേണ്ടിയിട്ട് ഉജാല കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു ടിപ്പാണ്. അപ്പോൾ അതിന് ഞാനൊരു ടിഷ്യൂവിൽ 1 തുള്ളി വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ 1 തുള്ളി ഉജാല കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഷൂ ഒക്കെ നല്ല പുതിയതുപോലെ നല്ല തിളങ്ങാൻ ഉജാല കൊണ്ട് നമുക്കിതുപോലെ ചെയ്തെടുത്താൽ മതി. ഇനിയിപ്പോൾ ടിഷ്യൂ തന്നെ വേണമെന്നില്ല, ഒരു കോട്ടൺ തുണി ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. കോട്ടൺ തുണിയിൽ 1 തുള്ളി വെളിച്ചെണ്ണയും ഉജാലയും കൂടെ ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് തുടച്ചെടുത്താൽ മതി. നല്ല പുതിയ ഷൂ നമ്മൾ വാങ്ങിച്ച് അതേപോലെ ഉണ്ടാവും. നല്ലൊരു കറുപ്പ് കളറായിട്ട് നല്ല തിളക്കമുള്ളൊരു ഷൂ ആയി കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു പഴയ കളറൊക്കെ മാറി നല്ല പുതിയ ഷൂ ആയിട്ടുണ്ട് ഇപ്പോൾ, കണ്ടില്ലേ? അപ്പോൾ ഇതാ ഞാൻ തുടച്ചെടുത്ത ഷൂവിൻ്റെ ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. നല്ലൊരു തിളക്കമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കുട്ടികളുടെ ഷൂ ഒക്കെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. നല്ല എഫക്റ്റീവായിട്ടുള്ള നല്ലൊരു ടിപ്പാണ്.
അടുത്തതായിട്ട് നമ്മളെ വീട്ടിലൊക്കെ ഉപയോഗിക്കാത്ത പാത്രങ്ങൾ ഇതുപോലെ വെക്കുമ്പോൾ തുരുമ്പ് പിടിച്ച് പോകാറുണ്ടല്ലേ. അപ്പോൾ തുരുമ്പ് പിടിച്ച സ്റ്റീൽ പാത്രങ്ങളൊക്കെ നമുക്ക് നല്ല ഈസി ആയിട്ട് പുതിയതാക്കി എടുക്കാൻ ഉജാല മാത്രം മതി ട്ടോ. ഉജാല കൊണ്ട് നല്ല ഈസി ആയിട്ട് തന്നെ നല്ലൊരു തിളക്കത്തോടു കൂടി സ്റ്റീൽ പാത്രങ്ങൾ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിന് ഞാനിപ്പോൾ ആ തുരുമ്പ് പിടിച്ച ആ ഒരു പാത്രത്തിൽ ഒരു 2 തുള്ളി ഉജാല ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ തുരുമ്പ് പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് 2 തുള്ളി ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് ഡിഷ് വാഷ് കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഉരച്ചെടുക്കാം. ഉരച്ചെടുത്താൽ തന്നെ നമ്മൾ ആ ഒരു തുരുമ്പൊക്കെ പെട്ടെന്ന് ഇളകി കിട്ടും. അപ്പോൾ ഇന്ന് ഉജാല വെച്ചിട്ടുള്ള ഈ ടിപ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എന്ന് നമ്മളെ ജീവിതത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരുപാട് നല്ല ടിപ്സുകളൊക്കെയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇന്നത്തെ ടിപ്സും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ. അപ്പോൾ ആ തുരുമ്പുകളൊക്കെ നന്നായിട്ടൊന്ന് ഉരച്ചെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്താൽ തന്നെ നമ്മളെ പാത്രം നന്നായിട്ട് ക്ലീനായി കിട്ടും. അപ്പോൾ ഇതാ കണ്ടല്ലോ, പുതിയൊരു പാത്രം പോലെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ നിങ്ങളെ ഫീഡ്ബാക്കൊക്കെ കമൻസിലൂടെ അറിയിക്കുക. ഇൻഷാ അള്ളാ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്